പശ്ചിമബംഗാളിൽ 15 വർഷത്തെ മമതാ യുഗത്തിന് അന്ത്യം കുറിച്ച് BJP ആദ്യമായി അധികാരത്തിലെത്തിയിരിക്കുന്നു. 205 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുമ്പോൾ തൃണമൂൽ മുൻപിലുള്ളത് 82 മണ്ഡലങ്ങളിൽ മാത്രമാണ്. അതേസമയം പുറത്തുവരുന്ന ഫലങ്ങൾ ശരിയല്ലെന്നും പ്രവർത്തകർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ വിട്ടുപോകരുതെന്നും മമതാ ബാനർജി ആഹ്വാനം ചെയ്തു. കോൺഗ്രസും CPM-ഉം 2 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. രണ്ടായിരത്തി 34 വർഷത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ച മമതാ ബാനർജിക്ക് 1.5 പതിറ്റാണ്ടിന് ശേഷം കാലിടറുകയാണ്. വടക്കൻ ബംഗാളിന് പുറമെ തൃണമൂൽ സ്വാധീന ശക്തിയാക്കി വെച്ചിരുന്ന തെക്കൻ ബംഗാളിലേക്ക് കൂടി കടന്നുകയറിയതോടെ നാലാമൂഴമില്ലാതെ മമതാ ബാനർജി പുറത്തേക്ക്. ഡാർജിലിംഗ്, അലിപുർദ്വാർ, കുച്ച്ബിഹാർ തുടങ്ങി വടക്കൻ ബംഗാളിൽ BJP നേട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. 54 മണ്ഡലങ്ങളിൽ 43-ലും BJP നേടി. കഴിഞ്ഞ തവണ ഇത് 30 മാത്രമായിരുന്നു. തെക്കൻ ബംഗാളിലേക്ക് എത്രമാത്രം കടന്നുകയറാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചായിരുന്നു BJPയുടെ സാധ്യത. കൊൽക്കത്ത ഉൾപ്പെടെ തെക്കൻ ബംഗാളിലെ പ്രസിഡൻസി റീജിയനിലേക്കും ന്യൂനപക്ഷ സ്വാധീന മേഖലയിലേക്കും BJP ഇരച്ചുകയറി. പുരുലിയ, ബാങ്കുര, ജാർഗ്രാം തുടങ്ങിയ ജില്ലകളിലും BJP ആധിപത്യം ഉറപ്പിച്ചു. ഇതോടെ കാലങ്ങളായി കാത്തിരുന്ന വിജയം BJPക്ക് സ്വന്തം. സ്ത്രീ വോട്ടർമാരായിരുന്നു എല്ലാ കാലത്തും മമതയുടെ നട്ടെല്ല്. ഇത്തവണ അത് ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളും BJPക്ക് ഗുണം ചെയ്തു. സ്ത്രീകൾക്ക് നേരെയുണ്ടായ അക്രമങ്ങൾ മുതൽ വനിതാ ബില്ലിനെ എതിർത്തതുവരെ ആയുധമാക്കി. ഇതിനെല്ലാം പുറമെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും ബംഗാൾ ജനവിധിയിൽ നിർണായകമായി. അതേസമയം വോട്ടെണ്ണൽ ദിനത്തിലും കടുത്ത ആരോപണം മമതാ ബാനർജി ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താൻ BJP ശ്രമിക്കുകയാണെന്നും ഏജന്റുമാർ കൌണ്ടിംഗ് സെന്ററുകൾ വിട്ട് പുറത്തു പോകരുതെന്നും നിർദ്ദേശിച്ച മമത കൌണ്ടിംഗ് ഹാളിലും നേരിട്ടെത്തി. 3 রাউন্ড 4 রাউন্ড কাউন্ট হলেও এটা 14 রাউন্ড থেকে 18 রাউন্ড কাউন্ট হয়। তখন আপনারা জিতবেন। ওয়েট অ্যান্ড সি, ওয়াচ। আমরা সবাই আপনাদের সাথে আছি, আপনারা কেউ ভয় পাবেন না, নিশ্চিন্তে থাকুন, আমরা বাঘের বাচ্চার মতো লড়াই করে যাব. ഇതുവരെ കീഴടക്കാൻ പറ്റാത്ത ബംഗാൾ കൂടി പിടിച്ചതോടെ BJP മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 17ആയി ഉയരുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.